അപ്പോൾ ഇന്ന് നമ്മൾ ചെറുതായിട്ടൊരു എണ്ണ കാച്ചുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് എണ്ണ കാച്ചാനായിട്ട് നല്ലതായിട്ട് തന്നെ നമ്മുടെ മില്ലിൽ നിന്ന് വാങ്ങിയ വെളിച്ചെണ്ണയാണ് 1 ലിറ്ററിൻ്റെ ഒരു കുപ്പിയിലെ. പിന്നീട് നമ്മൾ അതിനകത്തോട്ട് തുളസി ഇല, ചെമ്പരത്തി ഇല, പൂവ്, പിന്നെ നമ്മുടെ തെറ്റിപ്പൂവ്, നിലനാരകം, മുയൽ ചെവിയൻ, തൊടാവാടി ഇങ്ങനെയൊക്കെയുള്ളതാണ് അരച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം കിട്ടുന്നോ അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഈ അരച്ച് വെച്ചതിനകത്തോട്ട് ഈ എണ്ണ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്രത്തോളം പച്ചിലകറികളും എത്രത്തോളം എണ്ണയും ഉണ്ടെങ്കിൽ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ കാച്ചിയ വെളിച്ചെണ്ണ തലമുടിയിൽ തേച്ച് പിടിപ്പിക്കുന്നതും തലമുടി നന്നായിട്ട് വളരുന്നതിന് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ അരച്ച് വെച്ച ഈ മിശ്രിതം ഇതേപോലെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് വെള്ള തുണിയിൽ അരിച്ചെടുക്കുക. പിന്നീട് നമ്മൾ ഇതേപോലെയുള്ള ഒരു കുപ്പിയിലോട്ട് നമുക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് തിളപ്പിക്കുന്ന നേരത്ത് നമ്മൾ കരിഞ്ജീരകവും ഞാനിതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ അരിച്ചെടുത്തതിന് ശേഷം കുറച്ച് കരിഞ്ജീരകം കൂടെ നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ട് ചേർക്കാൻ പറ്റുന്നതാണ്. ബാക്കി വരുന്ന ഈ തിളപ്പിച്ച മിശ്രിതത്തിൻ്റെ ബാലൻസ് വരുന്നതെല്ലാം നമ്മുടെ തലമുടിയിൽ നമുക്ക് തേച്ച് പിടിപ്പിച്ച് കഴുകാവുന്നതാണ്. അപ്പം ഞാൻ തിളപ്പിക്കാൻ നേരത്ത് ഈ കുപ്പി നിറച്ച് എണ്ണ ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടാക്കിയതിന് ശേഷം അതിപ്പോൾ നിറച്ചുണ്ടായില്ല. ഇതാണ് നമുക്ക് ബാക്കി വരുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം.